വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കൈയും എല്ലാം നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വേദനകളാണ്. അവർ അതിജീവിച്ചതും അതിൻ്റെ അടിയിലായി പോയവരുടെയും കാര്യങ്ങൾ, അനുഭവങ്ങൾ അവർ വന്ന് പറയുമ്പോൾ നമുക്കൊരു വേദനയോടെയോ തേങ്ങലോടെയോ മാത്രമേ അതെല്ലാം കേട്ട് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം മനുഷ്യരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ചുരുക്കം ചിലരൊഴിച്ചാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് പാല് വേണമെങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരമ്മയോട് എനിക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു മഹാനും, അതല്ല എൻ്റെ വീട്ടിൽ താമസിക്കാൻ സ്ഥലമുണ്ട്, പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അവരെൻ്റെ കൂടെ കിടക്കേണ്ടിയും വരും എന്ന് പറഞ്ഞ ചിലരൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഇവരുടെ വിഷമത്തിൻ്റെ കൂടെയാണുള്ളത്, സങ്കടങ്ങളുടെ കൂടെയാണുള്ളത്. കൈത്താങ്ങായി, സപ്പോർട്ടായി, എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലുള്ളവരുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാനിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉരുൾപൊട്ടലിനും കുറച്ച് ദിവസം മുന്നേ ഒരു പ്രവചനം ഉണ്ടായിട്ടുണ്ട്. ഒരു തസ്മൈ ഗുരുജിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും, അവരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഈ പ്രവചനം നടത്തിയിട്ടുള്ളത്. ശിഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പ്രായമൊക്കെ ഉള്ള ഒരാളാണെന്നല്ല. 8, 10, 14 ഈ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളാണ് ഇങ്ങനത്തെ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത്. അതിലൊരു കുട്ടി നടത്തിയ പ്രവചനമാണ് മുല്ലപ്പെരിയാർ പൊട്ടും, 100 ദിവസത്തിനുള്ളിൽ പൊട്ടും എന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു 100 ദിവസത്തിൽ പൊട്ടില്ല, 200 ദിവസത്തിനുള്ളിൽ പൊട്ടും. ഇതെങ്ങനെയാണ് ഈ കുട്ടിയോട് ഇതാരാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനാണ് പറഞ്ഞത്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കൃഷ്ണൻ ചേട്ടനോ അല്ലെങ്കിൽ അമ്മാവൻ, കൃഷ്ണൻ അമ്മാവൻ, അതൊന്നുമല്ല പറഞ്ഞത്, ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ആ കുട്ടി പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ പൊട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആന്ന്. അപ്പം പറഞ്ഞു 100 അല്ല 200 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടുന്നുള്ളൂ, 100 ദിവസത്തിനുള്ളിൽ നീ നാട്ടിൽ പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ 100 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണ ഭഗവാനോട് ഞാൻ പറഞ്ഞു പൊട്ടുമ്പോൾ 9 ജില്ല പൊട്ടെന്ന് പറഞ്ഞു കൃഷ്ണ ഭഗവാൻ. അപ്പോൾ പറഞ്ഞു നീ നിന്റെ. ഇതാണ് ആ കുട്ടി പറഞ്ഞ പ്രവചനം. അതായത് 9 ജില്ലകളെ എഫക്റ്റ് ചെയ്യും. 100 ദിവസത്തിൽ ഉള്ളിൽ ഇവർ അവരുടെ നാട്ടിൽ നിന്ന് പോവുക, അങ്ങനെ പോകണം. ചിലപ്പോൾ 100 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 200 ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ പൊട്ടും. അപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണല്ലോ. മുല്ലപ്പെരിയാർ പൊട്ടാം, അതിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട്, അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് കുറേ വർഷങ്ങളായിട്ടിപ്പം അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം മുല്ലപ്പെരിയാറിൻ്റെ ബലത്തെക്കുറിച്ച് എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു സംശയം കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് ഇവരുടെ ഗുരുജി, തസ്മൈ ഗുരുജി, അദ്ദേഹമാണ് ഇവരുടെ ഗുരുജി. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് എന്താ പറയുന്നതെന്നൊന്ന് കേട്ടു നോക്കാം. ആ കുട്ടി പറഞ്ഞത് സത്യമാണ് എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? സംഭവിക്കുമെന്നാണോ പറയുന്നത്? 100% സംഭവിക്കും. ആ കുട്ടി മാത്രമല്ല കണ്ടത്, അനേകം ആളുകൾ വേറെയും കണ്ടിട്ടുണ്ട്. ഒരു കുട്ടിയെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. ഈ കുട്ടിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരത്തു കൂടി നടക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണം മെഡിറ്റേഷനിൽ കേൾക്കുകയും ചെയ്ത വ്യക്തികൾ വേറെയുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെ കേൾക്കണേ എങ്ങനെയാത്? ഇതെന്താ നുണയാണോ? അത് നമുക്ക് മറ്റു ലോകത്തെ പറ്റിയിട്ട് അറിയില്ല, മറ്റു അവസ്ഥകളെ പറ്റിയിട്ട് അറിയില്ല. സൂക്ഷ്മലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലുമില്ല. മുൻകൂട്ടി അറിയാൻ ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ അറിഞ്ഞു, അത് ജനങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഗുരുജി പറയുന്നത് അത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ സംഭവിക്കും, ആ പ്രവചനം സത്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുരുജിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രവചനം നടത്തി 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് വയനാട് ഈ ദുരന്തം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കോ ഇത്രയും വലിയൊരു ദുരന്തമാണ് നമ്മുടെ നാടിന്, അത് ഉറപ്പായും സംഭവിക്കും, 100% സംഭവിക്കാൻ പോകുന്നു എന്നുറപ്പുള്ള ഈ കാര്യം എന്തുകൊണ്ട് ഈ പറയുന്ന SMS മെഡിറ്റേഷനിലൂടെ ഇവർക്ക് കാണിച്ചു കൊടുത്തില്ല? ഈ ഭഗവാൻ കൃഷ്ണനാവട്ടെ, ശിവനാവട്ടെ, ഗണപതി, പാർവതി, ഇവരെല്ലാം ഇവർ നേരിട്ട് പോയി കാണുന്നതാണ്. അവരൊന്നും എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ല? വയനാട്ടിൽ എന്തോരം പാവപ്പെട്ട മനുഷ്യരാണ് മണ്ണിനടിയിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ധർമ്മം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ഗുരുജി പറയുന്നത്. അപ്പോൾ ധർമ്മം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. നോൺ വെജ് കഴിക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ
ശവക്കറികൾ കഴിക്കുന്നത് നിർത്തുക, എന്നിട്ട് ധർമ്മത്തിൽ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇപ്പം വയനാടുണ്ടായ സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റവും, ഇപ്പം പെയ്യുന്ന മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തുള്ള മഴകളൊന്നും അല്ലല്ലോ. അപ്പം അതും ഒക്കെയാണ് അവിടുത്തെ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ടാവുക. അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടികൾ, 6 മാസം പോലും പ്രായം വരാത്ത കുട്ടികളൊക്കെ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ശവക്കറി കഴിച്ചിട്ടാണ്? അവർ അമ്മയുടെ അമ്മിഞ്ഞപ്പാലല്ലാതെ വേറെ എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വരെ ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങേക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കായിരുന്നു, ഇതൊക്കെ അറിയാൻ കഴിയുന്നു, SMS മെഡിറ്റേഷനിലൂടെ ഇതെല്ലാം സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങ് ആ മുന്നറിയിപ്പ് ഈ ജനങ്ങളിലേക്ക് എത്തിച്ചില്ല? എങ്കിൽ അവർ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറുമായിരുന്നു. ഇതിപ്പം ചിലത് നമുക്ക് തടയാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ആ ഉരുൾപൊട്ടൽ നമുക്ക് തടയാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ജനങ്ങളുടെ ജീവനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ മുന്നറിയിപ്പ് എന്തുകൊണ്ട് ഗുരുജിക്ക് കൊടുക്കാൻ പറ്റിയില്ല?